السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين برضا الله ما بعد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, മുതഅല്ലിം സുഹൃത്തുക്കൾ, മുഅ്മിനീങ്ങളെ, നാം എല്ലാവരും ഒരുമിച്ച് കൂടിയത് അക്കാഡമിയ എന്ന് പറയുന്ന ഫെസ്റ്റിലാണ്. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ വിഷയം എന്ന് പറയുന്നത് ലഹരിയാണ്. അതിനെക്കുറിച്ച് ആസ്വദമാക്കി രണ്ടു വാക്ക് പറയാൻ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നത്. ഇന്ന് ഈ കാലഘട്ടം എന്ന് പറയുന്നത് ചുറ്റുഭാഗം മുഴുവനും വളരെ മോശമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ഉള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യമായി മാതാപിതാക്കളോട് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ മക്കൾ ലഹരിക്ക് അടിമപ്പെട്ടിട്ടില്ല എന്ന ഉറപ്പ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങളുടെ മക്കൾ പല ക്യാമ്പസുകളിൽ പഠിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ പല കോളേജുകളിലും സ്ഥാപനങ്ങളിലും പഠിക്കുന്നുണ്ടാകാം. ലഹരിക്ക് അടിമപ്പെട്ടിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്നാൽ വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ പത്രമാധ്യമങ്ങളിലും ന്യൂസ് ചാനലുകളിലും നോക്കിയാൽ ലഹരിക്ക് അടിമപ്പെട്ട് ജീവിതം തന്നെ നശിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. കയുകന്മാർ ഇതിനെ ലക്ഷ്യം വെച്ച് നടക്കുന്നത് പോലെ ലഹരി മാഫിയകൾ നമ്മളെ മക്കളെ തക്കം പാർത്ത് പിടിച്ചെടുക്കാൻ പല ക്യാമ്പസുകളിലും കോളേജുകളിലും സജീവമായി നിൽക്കുന്നുണ്ട് എന്നത് തുറന്ന സത്യമാണ്. ഒരു കുട്ടി നന്നാവുന്നതും മോശമാവുന്നതും അവന്റെ സാഹചര്യം അനുസരിച്ചാണ്. പ്രത്യേകിച്ച് ഇന്നീ കാലഘട്ടത്തിൽ രക്ഷിതാക്കളാകുന്ന നിങ്ങൾ വളരെയധികം ജാഗരൂകരായി നിൽക്കേണ്ടതാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ നമ്മളെ മക്കൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മളെ മക്കൾക്ക് ഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലഹരിക്ക് അടിമപ്പെട്ട അസുഖത്തെ മാറ്റിയെടുക്കാൻ എന്താണ് പരിഹാരം? ലഹരിക്ക് അടിമപ്പെട്ട ഒരു സമൂഹത്തെ മാറ്റിയെടുക്കാൻ എന്താണ് പരിഹാരം? പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് റഅദിലെ 11-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു സമൂഹം നന്നാണെങ്കിൽ, ഒരു സമൂഹത്തിന് പിടിപ്പെട്ട വിപത്ത് മാറി കിട്ടണമെങ്കിൽ ആ സമൂഹത്തിലെ എല്ലാവരും മാറിയാലാണ് ഒരു അസുഖത്തെ മാറ്റിയെടുക്കാൻ പറ്റുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ച കാലഘട്ടം എങ്ങനെയായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ച കാലഘട്ടം എന്ന് പറയുന്നത് ചരിത്ര ഗ്രന്ഥത്തിലെ ചരിത്രകാരന്മാർ 6-ാം നൂറ്റാണ്ടിൽ ഡാർക്ക് ഏജ് യുഗം എന്ന് പറയുന്ന കാലഘട്ടത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചത്. അന്നത്തെ സാഹചര്യം എന്തായിരുന്നു? കള്ളിന്റെയും കഞ്ചാവിന്റെയും ലഹരിയുടെയും പെണ്ണുപിടുത്തത്തിന്റെയും അടിമകളായിരുന്നു അന്നത്തെ കാട്ടറബിയൻ സമൂഹം. ആ സമൂഹത്തെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാറ്റിയെടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അൽ ഖംറു വൽ ഖബായിസ്, മദ്യം എന്നത് തിന്മയുടെ മാതാവെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ഒരു മനുഷ്യൻ വരികയാണ്. ആ മനുഷ്യൻ വന്ന് പറയുകയാണ്, നബിയേ, ഞാൻ കള്ളു കുടിക്കുന്നവനാണ് നബിയേ, ഞാൻ വ്യഭിചരിക്കുന്നവനാണ് നബിയേ, ഇതിൽ നിന്നൊക്കെ മാറാൻ എന്താണ് പരിഹാരം നബിയേ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, നിങ്ങൾ ഇന്ന് പോയി നാളെ വരിക. നാളെ വരുന്ന സമയത്ത് നിങ്ങൾ കളവ് പറയാൻ പാടില്ല, സത്യം മാത്രമേ പറയാവൂ എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ്. ആ മനുഷ്യൻ വീട്ടിലേക്ക് പോയി. ആ മനുഷ്യൻ കുറച്ച് സമയം കഴിഞ്ഞ ഉടനെ അങ്ങാടിയിലേക്ക് പോവുകയാണ്. അങ്ങാടിയിലേക്ക് പോകുന്ന സമയത്ത് ഒരു പെണ്ണിനെ കാണുകയാണ്. ആ പെണ്ണിനെ കണ്ട സമയത്ത് അയാൾക്ക് വികാരം തോന്നുകയാണ്. ആ സമയത്ത് അയാൾ പെണ്ണിനെ പിടിക്കാൻ പോകുന്ന അല്പസമയം മുമ്പ് അയാൾ ചിന്തിക്കുകയാണ്, ഞാൻ നാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് പോയി ഈ സംഭവം പറയണ്ടേ, എന്നോട് കളവ് പറയാൻ പാടില്ല എന്നല്ലേ പറഞ്ഞത് എന്ന് ആലോചിച്ച് ആ പെണ്ണിനെ അങ്ങ് ഒഴിവാക്കുകയാണ്. കുറഞ്ഞ കഴിഞ്ഞ് ആ പെണ്ണിനെ ഒഴിവാക്കിയതിനു ശേഷം കുറച്ചുകൂടി അപ്പുറം പോകുമ്പോൾ മദ്യമിന്റെ ഷോപ്പ് കാണുകയാണ്.
കള്ള് ഷോപ്പ് കണ്ടപ്പോൾ അയാളതാ മദ്യം കുടിക്കാൻ തീരുമാനിക്കുകയാണ്. ആ സമയത്തും അയാളെ മനസ്സിലങ്ങ് ഓർമ്മ വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടില്ലേ, ഞാൻ കള്ള് കുടിച്ചാൽ നാളെ അവിടെ സത്യം പറയണ്ടേ, കളവ് പറയാൻ പറ്റില്ലല്ലോ എന്ന് അയാൾ ചിന്തിക്കുകയാണ്. ആ സമയത്ത് അയാൾ കള്ളും ഒഴിവാക്കിയിട്ട് വീട്ടിലേക്ക് മടങ്ങുകയാണ്. ഞാൻ അങ്ങാടിയിൽ നിന്നാൽ തെറ്റുകൾ ചെയ്യും അയാൾക്ക് ഉറപ്പുണ്ടായതുകൊണ്ട് അയാൾ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് പോയി അടുത്ത ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്ത് പോവുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഇന്നലെ കള്ളു കുടിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ വ്യഭിചരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഞാൻ കള്ളു കുടിച്ചിട്ടില്ല നബിയെ, ഞാൻ പെണ്ണ് പിടിച്ചിട്ടില്ല നബിയെ. ഞാൻ പെണ്ണ് പിടിക്കാനും കള്ളു കുടിക്കാനും പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർത്തതാ ഞാൻ പോവാണ്ടിരുന്നതാണ് നബിയെ എന്ന് പറയുകയാണ്. അങ്ങനെ ആ മനുഷ്യനൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങളിലൊക്കെ കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനെ ഉപദേശിക്കുകയാണ്. നിങ്ങൾ ഇന്നു മുതൽ കള്ളു കുടിക്കാൻ പാടില്ല, ഇന്നു മുതൽ കള്ളു കുടിക്കാൻ പാടില്ല, പെണ്ണ് പിടിക്കാൻ പാടില്ല എന്ന് അവിടുന്ന് ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഇന്നീ കാലഘട്ടത്തിൽ നമ്മൾ നോക്കിയാൽ കുട്ടികൾ പോലും ലഹരിക്ക് അടിമപ്പെട്ട് ജീവിതം നശിപ്പിക്കുകയാണ്. മകൻ വാപ്പയെ കൊല്ലുകയാണ്. ആ ഒരു കാലഘട്ടമാണ് ഇന്നീ പറയുന്നത്. ലഹരി എന്ന് പറഞ്ഞാൽ അതിൽ എഡിറ്റായി കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൽ മാറാൻ കുറെ പ്രയാസമുണ്ടാകും. മാത്രമല്ല നമ്മളൊക്കെ നമ്മളെ കുട്ടികളെ നന്നായി വളർത്തണം, ലഹരിക്ക് അടിമപ്പെടാൻ വിടരുത്, നല്ല രൂപത്തിൽ മക്കളെ വളർത്തണം. ഇത്തരം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദിയിൽ മത്സരം തുടരുന്നു. ലെറ്റർ ബി. വിഷയം AI വരുത്തുന്ന വിനകളും ഭാവി തലമുറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ഉസ്താദുമാർ, മറ്റു ഉസ്താദുമാർ, നാം ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇക്കാലഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI എന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അത് ഒരുപാട് ഗുണങ്ങൾ നൽകുന്നുണ്ടെങ്കിലും അതോടൊപ്പം ചില വെല്ലുവിളികളും അപകടങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. AI വരുത്തുന്ന ചില പ്രധാന പ്രശ്നങ്ങളും അവ ഭാവി തലമുറയെ എങ്ങനെ ബാധിക്കുമെന്നതിന് ചിലത് നമുക്ക് പറയാം. ആദ്യമായി പറയുന്നത് തൊഴിൽ നഷ്ടം എന്നാണ്. AIയും റോബോട്ടുകളും പല ജോലികൾ മനുഷ്യരെക്കാൾ വേഗത്തിലും കൃത്യത്തിലും ചെയ്യും. അത് ഡാറ്റ എൻട്രി, അക്കൗണ്ടിംഗ്, ഫാക്ടറി ജോലികൾ തുടങ്ങി പല മേഖലകളിലും തൊഴിൽ നഷ്ടത്തിന് AI കാരണമാകുന്നതാണ്. ഭാവി തലമുറക്ക് പുതിയ തൊഴിൽ വൈദഗ്ധ്യങ്ങൾ നേടേണ്ടതിന്റെ ആവശ്യകത വർദ്ധിപ്പിക്കും. മാത്രമല്ല സാങ്കേതികമായി കൂടുതൽ മുന്നിട്ടു നിൽക്കുന്ന തൊഴിലുകൾക്കായി അവർ സ്വയം സജ്ജമാകേണ്ടി വരും. അതുപോലെ മറ്റൊരു പ്രശ്നമാണ് വിവരങ്ങളുടെ ദുർപയോഗം. ഡീപ്ഫേക്ക് പോലുള്ള AI സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് വ്യാജ വീഡിയോകളും ഓഡിയോകളും ഉണ്ടാക്കാൻ സാധിക്കും. മാത്രമല്ല തെറ്റായ വിവരങ്ങൾ അതിവേഗം പ്രചരിപ്പിക്കാൻ AI കാരണമാകുന്നതാണ്. അതിനാൽ ഭാവി തലമുറക്ക് ഏതാണ് ശരി ഏതാണ് തെറ്റെന്നറിയാൻ തിരിച്ചറിയാൻ പ്രയാസകരമായിരിക്കും. അതുകൊണ്ട് വസ്തുക്കളെ ചോദ്യം ചെയ്യാൻ വിമർശനാത്മകമായി ചിന്തിക്കാനുമുള്ള കഴിവ് ഉണ്ടായിരിക്കൽ അത്യാവശ്യമാണ്. അടുത്ത പ്രശ്നമാണ് സ്വകാര്യ ലംഘനം. AIക്ക് ഒരുപാട് ഡാറ്റ ശേഖരിക്കാനും വിശകലനം ചെയ്യാനും സാധിക്കും. അത് വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ ദുരുപയോഗം ചെയ്യും. ഭാവിയിൽ നമ്മുടെ ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കപ്പെടാം. അതിനാൽ സ്വകാര്യതയുടെ അതിരുകൾ സംരക്ഷിക്കാനായി നിയമങ്ങളും സാങ്കേതിക വിദ്യകളും ഉണ്ടായിരിക്കൽ അത്യാവശ്യമാണ്. അടുത്ത പ്രശ്നമാണ് പക്ഷപാതപരമായ തീരുമാനങ്ങൾ. AI ഉപയോഗിക്കുന്ന ഡാറ്റയിൽ വല്ല പക്ഷപാതമുണ്ടായാൽ AI എടുക്കുന്ന തീരുമാനങ്ങൾ പക്ഷപാതമായിരിക്കും.
ഉദാഹരണത്തിന് തൊഴിൽ തിരഞ്ഞെടുപ്പ്, വായ്പ നൽകൽ തുടങ്ങിയ കാര്യങ്ങൾ ഇത് വിവേചനത്തിന് കാരണമാകുന്നതാണ്. ഇത് സമൂഹത്തിൽ നിലവിലുള്ള അസമത്വങ്ങൾ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് AI സിസ്റ്റങ്ങൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തിൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുക. സാമൂഹിക അകലം, AIയും ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളും നമ്മെ ഒറ്റപ്പെടുത്താൻ സാധ്യതയുണ്ട്. കാരണം മനുഷ്യർ പരസ്പരം സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം യന്ത്രങ്ങളുമായി ഇടപെടാൻ സാധിക്കും. ഇത് വൈകാരികമായ കാര്യങ്ങളെയും സാമൂഹിക ബന്ധങ്ങളെയും ദുർബലമാക്കിയേക്കാം. അതുകൊണ്ട് ഭാവി തലമുറക്ക് നേരിട്ടുള്ള മനുഷ്യബന്ധങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ വളരെയധികം പ്രയാസകരമായിരിക്കും. ഇക്കാരണത്താൽ ഭാവി തലമുറക്ക് സാങ്കേതിക വിദ്യകളെ കുറിച്ച് പഠിപ്പിക്കുകയും വിമർശനാത്മകമായി ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനുമുള്ള കഴിവ് ഉണ്ടായിരിക്കൽ എന്നതാണ് പ്രാധാന്യം. ഇത്രയും പറഞ്ഞുകൊണ്ട് വാക്കുകൾ വിരാമം കുറിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തുടരുന്നു ലെറ്റർ ബി. വിഷയം വിശപ്പിന്റെ കഥ പറയുന്നു. തുടരുന്നു സീനിയർ മലയാള പ്രസംഗ മത്സരം തുടരുന്നു. ലെറ്റർ സി. വിഷയം വിശപ്പിന്റെ കഥ പറയുന്ന ഗസ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ചില പ്രധാന വിഷയങ്ങൾ നമുക്ക് സംവദിക്കാം. യുദ്ധം മനുഷ്യരാശിയെ വിയർപ്പിക്കാനും വിറപ്പിക്കാനും തുടങ്ങിയിട്ട് കാലം കുറേയായി. ലോകത്തെ മുഴുവൻ ആശങ്കയിലായിട്ടുള്ള മാരക വിപത്താണ് യുദ്ധം. ഈ സമയത്തും ഫലസ്തീനിലും ഉക്രൈനിലും യുദ്ധക്കെടുതികളാൽ ജനകോടികൾ പൊറുതിമുട്ടുകയാണ്. എത്ര ദശാബ്ദങ്ങൾ പങ്കിട്ടാലും ഏറെ നടുക്കത്തോടെ ഓർമ്മകളിൽ ഇരമ്പിയെത്തുന്ന പേരുകളാണ് ഹിരോഷിമയും നാഗസാക്കിയും. 1 ലക്ഷത്തോളം ആളുകൾ തത്സമയം നിഷ്കാസനം ചെയ്യപ്പെടുകയും 1.5 ലക്ഷത്തിൽ പരം പേർ റേഡിയേഷന്റെ പ്രത്യാഘാതം മൂലം ഇഞ്ചിഞ്ചായി മൃതിയടയുകയും ചെയ്ത ഹിരോഷിമ ബോംബിംഗ് എന്ത് സമാധാനമാണ് സമ്മാനിച്ചത്? 4630 കിലോഗ്രാം ഭാരവും 3.5 മീറ്റർ നീളമുള്ള ഫാറ്റ്മാൻ നാഗസാക്കിയിൽ പതിച്ചപ്പോൾ 3 ലക്ഷത്തോളം ആളുകളുടെ ജീവന്റെ തുടിപ്പുകളാണ് നിലച്ചത്. മാത്രമല്ല, അതിന്റെ വിനാശങ്ങൾ ആധുനിക തലമുറ പോലും അനുഭവിക്കുകയാണ്. 37 ബില്യൺ ആളുകൾ മരിച്ചു വീണ 1-ാം ലോക മഹായുദ്ധവും 72 ദശലക്ഷം ആളുകളുടെ നിണഞ്ചിന്തിയ 2-ാം ലോക മഹായുദ്ധവും സമാധാനത്തിന്റെ ഏതു വെള്ളരിപ്രാവിനെയാണ് പറത്തിയത്? യുദ്ധം സമാധാനം ഉണ്ടാക്കുകയല്ല, മറിച്ച് മാനവകുലത്തിന്റെയും പ്രകൃതിയുടെയും സന്തുലിതാവസ്ഥയ്ക്കും സ്വസ്ഥതയ്ക്കും ഭംഗം വരുത്തുകയാണ് ചെയ്യുന്നത്. തങ്ങളുടെ അധികാര നേതാവിത്വം അരക്കിട്ടുറപ്പിക്കാനും പൗരന്മാരെ ചൊൽപ്പടിക്ക് നിർത്താനും സാമ്രാജ്യത്വം യുദ്ധങ്ങളെ ഉപയോഗിക്കുന്ന മലീമസമായ കാഴ്ചയാണ് നാം കാണുന്നത്. അതിലുപരി വൻതോതിലുള്ള ആയുധ വിപണനത്തിലൂടെ തങ്ങളുടെ സാമ്പത്തിക നേട്ടങ്ങളാണ് പല ഭരണകൂടങ്ങളും ലക്ഷ്യമാക്കുന്നത്. അമേരിക്ക, ഇസ്രായേൽ അടക്കമുള്ള യുദ്ധ കൊതിയന്മാരാണ് മിക്ക സംഘർഷങ്ങളുടെയും പിന്നിലെ ദുഷ്ടലാക്കുകാർ. ദേശീയതയുടെയും രാജ്യസുരക്ഷയുടെ പേരിൽ മറ്റ് രാഷ്ട്രീയങ്ങളുടെ മേൽ അധികാരം സ്ഥാപിക്കാൻ സാമ്രാജ്യത്വം ആയുധങ്ങൾക്ക് മൂർച്ഛം കൂട്ടുന്ന തിരക്കിലാണ്. പശ്ചിമേഷ്യയുടെയും ഇറാനിന്റെയും നീലാകാശത്തെ ഉരുണ്ടുകൂടുന്ന പുതുയുദ്ധങ്ങളുടെ കാർമേഘം സൃഷ്ടിക്കുന്ന അലേസരം ചെറുതല്ല. സീനിയർ മലയാള പ്രസംഗ മത്സരം തുടരുന്നു. ജഡ്ജസ് പ്ലീസ് നോട്ട്. നെക്സ്റ്റ് കോഡ് ലെറ്റർ ഡി ഓൺ ദി സ്റ്റേജ്. വിഷയം വേട്ടയാടപ്പെടുന്ന ഇസ്ലാം. ശ്രദ്ധിക്കുക. സീനിയർ മലയാള പ്രസംഗ മത്സരം സമാപിച്ചാൽ
ജൂനിയർ അറബി ഗാന മത്സരമാണ് നടക്കാനിരിക്കുന്നത്. മത്സരികൾ റിപ്പോർട്ട് ചെയ്യുക. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المخلوقين برضا الله أما بعد. സർഗപേമാരി പൈതിറങ്ങുന്ന ഈ കലാവസന്തത്തിൽ വേട്ടയാടപ്പെടുന്ന ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. സമാധാനത്തിന്റെ മതമാണ് ഇസ്ലാം. മനുഷ്യരാശിയെ നന്മയിലേക്കും സത്യത്തിലേക്കും നയിക്കാൻ വേണ്ടി ലോകനാഥൻ അവതരിപ്പിച്ച വിശുദ്ധ മതം. എന്നാൽ ഇന്ന് ഇസ്ലാം എന്ന വാക്ക് പലർക്കും ഭീകരതയുടെയും വെറുപ്പിന്റെയും പ്രതീകമായി മാറിയിരിക്കുന്നു. ഇസ്ലാം ഒരുപാട് വേട്ടയാടപ്പെടുകയും തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ ഇതിന്റെ യഥാർത്ഥ മുഖം നാം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു മതത്തെ വേട്ടയാടുന്നത് അതിന്റെ വിശ്വാസങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തും ചരിത്രത്തെ വളച്ചൊടിച്ചും തീവ്രവാദികളുടെ ചെയ്തികളെ മതത്തിന്റെ പേരിൽ അടിച്ചേൽപ്പിച്ചുമാണ് ഖുർആനിലെ ചില വാക്യങ്ങൾ സന്ദർഭത്തിൽ അടർത്തി മാറ്റി പ്രചരിപ്പിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ തെറ്റായി ചിത്രീകരിക്കുന്നു. സമാധാനത്തിനും സഹവർത്തത്തിനും ഊന്നൽ നൽകുന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളെ മറച്ചുവെക്കുന്നു. ഈ വേട്ടയാടലുകൾക്ക് പിന്നിൽ ഒരു വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. ഇസ്ലാമിനെ ഒറ്റപ്പെടുത്തുക, മുസ്ലിമുകളെ ഒറ്റപ്പെടുത്തുക, ഇസ്ലാമിനെ ഭയത്തിന്റെ മതമായി ചിത്രീകരിക്കുക, സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുക, അതുവഴി രാഷ്ട്രീയ നേട്ടങ്ങൾ കൊഴിയുക. ഇങ്ങനെയുള്ള കള്ളപ്രചാരണങ്ങൾ പലപ്പോഴും നിരപരാധികളായ മുസ്ലിമീങ്ങളുടെ ജീവിതത്തെ സാരമായി ബാധിക്കുന്നു. ഭീകരാക്രമണങ്ങളുടെ പേരിൽ ഒന്നടങ്കം വേട്ടയാടുന്നത് ഇന്ന് നമ്മൾ കാണുന്ന ഒരു സാമൂഹിക പ്രശ്നമാണ്. ഇതിന് എങ്ങനെ പ്രതിരോധം തീർക്കും? അറിവ് നേടുക, ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവ് ശരിയായി പഠിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതവും ഖുർആനും ശരിയായി പഠിക്കുക. ഇന്ന് ഇസ്ലാം വേട്ടയാടപ്പെടുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശം ലോകത്തിന് മുന്നിൽ ഉയർത്തിപ്പിടിക്കാൻ നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.